ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ അല്ലെങ്കിൽ എയറിലായ ഒരു പേരാണ് അൻവിൻ ജോസ്. ആരാണ് ഈ അൻവിൻ ജോസ്? UK വേദനിക്കുന്ന കോടീശ്വരൻ, 21 കാറ്, ഫാം ഹൗസ്, ബിസിനസ്, അങ്ങനെ. ഇന്ന് UK നാളെ ദുബായ്, മറ്റന്നാൾ സൗത്ത് ആഫ്രിക്ക, അത് കഴിഞ്ഞാൽ കൊച്ചി, പിന്നെ അത് കഴിഞ്ഞാൽ ആലപ്പുഴ, പിന്നെ അത് കഴിഞ്ഞാൽ മാവേലിക്കര, ചുനക്കര. അല്ല, ആ സ്ഥലത്തൊന്നും പോകത്തില്ല, ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മാറി സഞ്ചരിക്കുന്ന ഒരു മൾട്ടി മില്യണറാണ് നമ്മുടെ ഈ താരം. 28ാം വയസ്സിൽ മില്യണറായിട്ട് റിട്ടയർഡായി ജീവിക്കുന്നു. സ്ത്രീകളെ ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഒരു സിഗ്മ ലൈഫാണ് പുള്ളിയുടെ എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അങ്ങനെ പട്ടികളോടുള്ള കളിയും ചിരിയും പിന്നെ പുള്ളിയുടെ ലക്ഷറസ് ലൈഫിന്റെ വീഡിയോസും എല്ലാം ഇൻസ്റ്റയിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ആ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ലപോലെ വൈറലായി. അങ്ങനെ ജെൻസി പിള്ളേരുടെ ഇടയിൽ അണ്ണ ഒരു സ്റ്റാറായി. അങ്ങനെ കുറച്ച് യൂട്യൂബ് ചാനലുകൾ അണ്ണൻ്റെ കുറച്ച് ഇന്റർവ്യൂസ് അവരെടുത്തു. ഇന്റർവ്യൂസിൽ അണ്ണൻ വന്നിട്ട് നല്ലപോലെ അങ്ങ് തള്ളി. അങ്ങനെയാണ് ഒരു സൈഡിൽ കൂടെ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ ഡ്രേക്കിന്റെ വരവ്. പുള്ളി ഒറ്റ വീഡിയോ ഇട്ടു. ആ വീഡിയോ അണ്ണൻ്റെ തള്ളലിനേക്കാളും വൈറലായി. ഡോക്ടർ ഡ്രേക്കിന്റെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പുള്ളി പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈ അൻവിൻ വന്നത് നിലമ്പൂരുള്ള ഒരു സ്ത്രീയുമായിട്ടൊരു റിലേഷനും ആ റിലേഷന്റെ പേരിൽ ഇവിടെ അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നതെന്നും ഈ പറയുന്ന സിഗ്മ മെയിൽ എന്നൊക്കെ അടിച്ചു വിട്ടതൊക്കെ വെറും തള്ളലാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന ലക്ഷറസ് ലൈഫ് അല്ല പുള്ളിയുടെ റിയൽ ലൈഫ് എന്നും ഡോക്ടർ ഡ്രേക്ക് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഈ വീഡിയോ ഒരു ട്രെയിലർ മാത്രമാണ്. ട്രെയിലർ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ പടം മൊത്തം എങ്ങനെ ആയിരിക്കും? പുള്ളിക്കെതിരെ 8ന്റെ പണിയായിരിക്കും. എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തൻ്റെ ലൈഫ് 1 ലക്ഷേഴ്സ് ആണെന്ന് പറഞ്ഞ് ഉള്ള കണ്ടന്റുകളായിരുന്നു പുള്ളി കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ കണ്ടന്റ് വഴി എന്തോ പുതിയ ജനറേഷൻ സന്ദേശം കൊടുക്കുന്നു എന്ന ലെവലിലായിരുന്നു പുള്ളിയുടെ സംസാരവും പുള്ളിയുടെ പ്രവൃത്തിയും. നമ്മൾ മലയാളികൾ എന്ത് പെട്ടെന്നാണ് പറ്റിക്കപ്പെടുന്നത്. മാംഗോ ഫോൺ മുതൽ അല്ലെങ്കിൽ മെസ്സി ഇന്ന് കേരളത്തിൽ വന്ന് കളിക്കുമെന്ന് പറയുമ്പോൾ തന്നെ പുള്ളി വരും എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഇനിയും പറ്റിക്കപ്പെടും. ബിവെയർ.